GJverse. This is me GJ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഹണ്ട് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ്. സോ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. ഭാവനയാണ് ഈ സിനിമയുടെ നായിക. കുറച്ച് നാളിന് ശേഷം ഭാവനയുടെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാവന ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു മൂവി വന്നിരിക്കുകയാണ്. ഷാജി കൈലാഷിന്റെ ഡയറക്ഷനിലാണ്. സത്യം പറഞ്ഞാൽ ഈ മൂവിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ വളരെ റീസെന്റ് ആണ് അറിയുന്നത്. ട്രെയിലർ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മൂവി അനൗൺസ് ചെയ്യപ്പെട്ടു, ഇങ്ങനെ ഒരു മൂവി ഷൂട്ടിംഗ് കഴിഞ്ഞു, വർക്ക് നടന്നു എന്നൊക്കെയുള്ള അറിയുന്നത്. സോ ട്രെയിലർ വാസ് നോട്ട് ദാറ്റ് പ്രോമിസിങ്, ബട്ട് ഇറ്റ് വാസ് ഓക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു ട്രെയിലറായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു ത്രില്ലർ ജോണറാണ്. അതിലേക്ക് പാരാനോർമൽ ഒരു സാധനം കൂടെ അവർ ഇൻജെക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു ത്രില്ലർ മൂവി അല്ല, ഒരു പാരാനോർമൽ ത്രില്ലറാണ്. സോ ഈ വളരെ റീസെന്റ് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് പീഡിപ്പിക്കപ്പെട്ട ഒരു ഇഷ്യൂ നമ്മൾ അറിഞ്ഞതാണല്ലോ. വളരെ റീസെന്റ് ആണ് ആ സംഭവം ഉണ്ടായത്. ഒരു ഡോക്ടറിനാണ് അത് നേരിട്ടത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ള സമയത്ത് ഇത് ഒരു മെഡിക്കൽ ബേസ്ഡ് ക്രൈമിൽ വരുന്ന ഒരു ത്രില്ലറായിട്ടുള്ള ഒരു മൂവിയാണ്. സിനിമ വളരെ എന്താ പറയുക, ഒരു രസമുള്ളൊരു സ്റ്റോറിയാണ്. ആദ്യം നമുക്ക് എന്താ പറയുക, ഒരു നല്ലൊരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സ്റ്റോറി വളരെ നല്ലൊരു സ്റ്റോറിയാണ്. സാധാരണയായിട്ട് അങ്ങനെ കണ്ടുവരാത്ത രീതിയിലുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോറി. അത് പൊളിറ്റിക്സ് മിക്സ് ചെയ്തിട്ടുണ്ട്, കുറച്ച് അല്ലാതെ മെഡിക്കൽ ഫീൽഡിലുള്ള കുറച്ച് തിരിമറികൾ മിക്സ് ചെയ്തിട്ടുണ്ട്, ലവ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സാധാരണ ടിപ്പിക്കൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഹൊറർ കൈൻഡ് ഓഫ് ഒരു പടമല്ല. സോ ഈ സിനിമയുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോൾഡ് കേസിലാണെങ്കിൽ ഫ്രിഡ്ജാണ് ഒരു പ്രേതമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധനം. അതുപോലെ ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടേബിൾ ടെന്നീസിന്റെ ഒരു ബോൾ ഉണ്ട്. ആ ഒരു ബോൾ വഴിയാണ് പ്രേതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ നമുക്ക് സിനിമയുടെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞപ്പോൾ ഭാവന അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെ പറ്റി കീർത്തി എന്നാണ്. അവരങ്ങനെ ഒരു ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക അവർ ഈ ഫോറൻസിക് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഒരു കേസ് അവരുടെ മുന്നിൽ വരികയാണ്. ഒരു ഭയങ്കരമായിട്ട് സിമെന്റ് നിറച്ച ഒരു പാട്ടയ്ക്കകത്ത് നിന്ന് ഒരു ശവശരീരം അഴുകി നശിച്ച് എല്ലും കൂടും അസ്ഥികൂടം മാത്രമായിട്ടുള്ളൊരു ശവശരീരം കിട്ടുക. സോ അത് ആരുടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഈ ഫോറൻസിക് ടീം കണ്ടുപിടിക്കുന്നത്. അതിനെ തുടർന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു പാസ്റ്റ് സ്റ്റോറിയാണ്. നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് സിനിമയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പ്രസന്റ് കാണിക്കും, പിന്നെ പാസ്റ്റ്, പിന്നെ പ്രസന്റ്, പാസ്റ്റ്, അങ്ങനെ കളർ ചേഞ്ചസ് ഒന്നുമില്ല. സോ നമുക്ക് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മനസ്സിലാവും ഏതാണ് പാസ്റ്റ് ഏതാണ് പ്രസന്റ് എന്നുള്ളത്. സോ ഇതിൽ എന്താ പറയുക, പ്രേതത്തിന്റെ രൂപം കാണിച്ച് പേടിപ്പിക്കലോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമല്ല. സ്പിരിറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുള്ള രീതിയിൽ ആദ്യം തന്നെ രഞ്ജി പണിക്കർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഒരു ഓക്കേഷ് ക്യാരക്ടറാണ്. നമ്മുടെ പ്രേതത്തിലെ ജയസൂര്യയുടെ ഒക്കെ ഒരു ഇൻസ്പയർഡ് പോലത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഭയങ്കര രഞ്ജി പണിക്കറിന്റെ ഒരു ഡയലോഗ് ഡെലിവറി അറിയാലോ, വളരെയധികം ബലം പിടിച്ചിട്ടാണ് കേട്ടോ. ഒരു 50 വയസ്സൊക്കെ എന്നിട്ട് ഭയങ്കര ബലം പിടുത്തമാണ്. അപ്പൊ അതിൽ ഇതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. ഇതിനകത്ത് തന്നെ ഒരു മുടിയും വെച്ച് കെട്ടി ഒരു കുടുംബം കൊണ്ടത്തെ ഒരു സാധനം വെച്ച് ഒരു വെറൈറ്റി ഡ്രസ്സിംഗ് ഒക്കെയാണ്. ശരിക്കും പ്രേതത്തിലെ ജയസൂര്യയുടെ ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയ പോലെ തോന്നി. അതുപോലെ ആദ്യം കുറച്ച് മെന്റലിസ്റ്റ് ട്രിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഭാവന ഇതൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റും ഭാവനയും തമ്മിൽ കോൺടാക്ട് വരുന്നത് പിന്നീട് അങ്ങനെ കഥ മൂവ് ചെയ്യുന്നതാണ്. എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് ആ പെൺകുട്ടിയുടെ സ്പിരിറ്റ് കണ്ടുപിടിക്കാൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. കുഴപ്പമില്ലാത്ത സെറ്റപ്പാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്തൊരു മോർച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പല ഇംഗ്ലീഷ് സിനിമകളിൽ മെന്റൽ അസൈലംസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പോലെ രസകരമായിട്ടുള്ള കുറച്ചൊരു ഭീതി നിറഞ്ഞ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൈയടി അർഹിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അടുത്തെടുത്ത് പറയാനുള്ളത് ഇതിന്റെ ഷാജി കൈലാസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ആണ്. ഷാജി കൈലാസിന്റെ ഒരു ഡയറക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു പടിക്കൊന്ന് പുറകോട്ട് വലിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എലോൺ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡ്രോൺ ഷോട്ടും മറ്റേ ചുക്ക് എന്ന് പറഞ്ഞ പഴയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ ഒരു സാധനത്തിന് സ്ലോയി കാണിക്കുന്നു, പിന്നെ സീരിയലിലൊക്കെ ഉള്ള പോലെ ചുക്ക് എന്ന് പറഞ്ഞ 2-3 പ്രാവശ്യമായിട്ടൊക്കെ കാണിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഷോട്ടുകൾ ഒരുപാട് ഈ സിനിമയിലുണ്ട് അനാവശ്യമായിട്ട്. പിന്നെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രംഗത്തിൽ നന്ദു ചെയ്യുന്ന ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്. അത് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വേറെ ഏതൊരു സീനാണ്. സത്യത്തിൽ എഡിറ്റിങ്ങിലും എന്തൊക്കെയോ ഒരു സാധനം പറ്റിയ പോലെ തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ ആ ഒരു സ്റ്റോറി ലൈൻ നല്ലൊരു സ്റ്റോറി ലൈനാണ്, നല്ലൊരു ത്രെഡാണ്. പക്ഷെ അത് എഴുതി വന്ന് അതിനെ ഒന്ന് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചപ്പോഴത്തേക്കും ഒന്ന് പാളിപ്പോയി. പിന്നെ ഇതിൽ ബാക്കി ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ചന്ദ്രനാഥ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഫീനിക്സിലേക്ക് പോലെ തന്നെ ഒരു സെയിം ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. ഒരുപാട് സിനിമകളിൽ കണ്ടു മറന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു റോളാണ്. പക്ഷെ പുള്ളി അത് നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ അദ്ദേഹം നന്നായിട്ട് സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നന്ദു ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നന്ദു ഒരു പോലീസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്. സുരേഷ്, നമ്മുടെ മെയിനായുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സുരേഷ്, പുള്ളി ഇതിൻ്റെ അകത്തുള്ള ഒരു ഡോക്ടറിന്റെ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മാടമ്പയിൽ മോഹൻലാലിന്റെ അനിയനായിട്ട് വരുന്ന ആ പുള്ളി, അദ്ദേഹം ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയിൽ എടുത്തുള്ള രാഹുൽ മാധവ് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലിങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ സിനിമയിലുണ്ട്. മെല്ലെ ഓരോരുത്തരായിട്ട് റിവീലായി വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരുന്നതെന്ന് കാര്യങ്ങൾ.
അനു മോഹൻ എന്ന് പറഞ്ഞിട്ട് ബിനു മോഹൻ്റെ അനിയനുണ്ടല്ലോ, പുള്ളിയും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്, എന്നാൽ പിന്നെ അല്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ട്. സിനിമ ഒരു നല്ലൊരു സ്റ്റോറി ലൈനാണ്, പക്ഷെ ഡയറക്ഷനിലുള്ള പാളിച്ചകളുണ്ട്. പിന്നെ എന്തോ എനിക്ക് ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം എലോൺ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി മേക്കിംഗ് ആണ്. ഫീനിക്സ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഹൊറർ സിനിമയാണ്, അതൊരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ആവറേജ് സ്റ്റോറി ആണെങ്കിൽ നമ്മൾ വളരെ ക്വാളിറ്റി മേക്കിംഗ് കൊണ്ട് നമുക്ക് ആ സിനിമ കാണാൻ പറ്റും. ഇപ്പോൾ എലോൺ ഒരു നല്ല സിനിമയാണെന്നല്ല ഞാൻ പറഞ്ഞു, ബട്ട് സ്റ്റിൽ നമുക്കത് കാണാം. ആ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് നമുക്ക് മനസ്സിലാവും. അത് നിസ്സാര ഒരു ഫ്ലാറ്റ് റൂമിനകത്ത് വെച്ച് അവർ ഒരു ഹൊറർ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഹൊറർ, അങ്ങനെ ഒരു ഹൊറർ എലമെന്റ് വരുന്നില്ല. സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ട്, ഒരു പാരാനോർമൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും നമ്മളെ പേടിപ്പിക്കുന്നില്ല. അതൊരു വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. ഭാവന വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ത്രൂ ഔട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട്, വളരെ നന്നായിട്ട് തന്നെ കൺവിൻസിംഗ് ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡോക്ടറിന്റെ ഒരു ലുക്കും ഫീലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ നമുക്ക് ഈ സിനിമയ്ക്ക് ഞാൻ പേഴ്സണലി കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ആണ്. 2.5/5. അതിലെ 2.5 തന്നെ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പോയിലർ ആയിപ്പോൾ ഒരു വെറൈറ്റി സ്റ്റോറി ലൈനാണ്. പക്ഷെ ഡയറക്ഷനിലുള്ള പാളിച്ചകളുകൊണ്ടും എഡിറ്റിങ്ങിലെ പാളിച്ചകളുകൊണ്ടും പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് പറയാം. കാരണം 2-3 സീനുകളിൽ നല്ലൊരു മ്യൂസിക് ഉണ്ടായിരുന്നെങ്കിലും എന്താ പറയുക, ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സിനിമയിൽ മ്യൂസിക് ഒന്ന് പാടിയിട്ടുണ്ട്. പിന്നെ സിനിമ ആക്ച്വലി വളരെ ചെറിയൊരു സിനിമയാണ്. 1 മണിക്കൂർ 56 മിനിറ്റിനകത്ത് സിനിമ തീരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര ലെങ്ത് ഫീൽ ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഈ എഡിറ്റിങ്ങിലൊക്കെ വന്ന മിസ്റ്റേക്സ് ആണ്. എഡിറ്റിങ്ങിലും ഡയറക്ഷനിലൊക്കെ വന്ന ഒരു പാളിച്ചകളാണ്. ഷാജി കൈലാസിന്റെ തിരിച്ചുവരവുകളുടെ കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒരു സിനിമയൊന്നും അല്ല ഇത്. എലോണിനെയൊക്കെ താഴെ നിൽക്കുന്ന ആ ഒരു ലെവലിൽ അത്രയൊക്കെ ഉള്ളൂ ഈ പടം. അതൊരു തിരിച്ചുവരവിന്റെ ഒരു പടമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഷാജി കൈലാസിന്റെ തിരിച്ചുവരവ് ഒബ്വിയസ്ലി കടുവ, പിന്നെ നമ്മുടെ കാപ്പ, അതൊക്കെയാണ് ഒരു നല്ല പടങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇത് അത്രയ്ക്കൊരു നോട്ട് അപ് ടു ദ മാർക്കായിട്ട് വന്നിട്ടുള്ള പടമാണ്. സോ നിങ്ങൾക്ക് ഈ സിനിമ കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് OTT വരുമ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖപ്പെടുത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഒരു അഭിപ്രായങ്ങളും എന്നോട് പറയുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ പ്രസൻറ്റേഷനും സ്റ്റൈലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Avas എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.